നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തെക്കുറിച്ചാണ്. ആദ്യത്തെ 6 മാസം നമ്മൾ കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്തു. അമ്മയുടെ പാലിനോളം ഗുണമുള്ള മറ്റൊന്നും വേറെ ലോകത്ത് ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ 6 മാസം തികയുമ്പോൾ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടം തുടങ്ങുകയാണ്. പല അമ്മമാരും എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ 6 മാസം കഴിഞ്ഞാൽ പിന്നെ മുലപ്പാൽ കൊടുത്താൽ പോരെ, എന്തിനാണ് ഇത്ര നേരത്തെ ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത് എന്ന്. നമുക്കിത് ലളിതമായി ഒന്ന് ആലോചിച്ച് നോക്കാം. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് അവന് അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ ഊർജവും അയണും ഇരുമ്പ് സത്തും ഒക്കെ ആവശ്യമാണ്. അത് മുലപ്പാലിൽ നിന്ന് മാത്രം കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശപ്പടക്കാൻ വേണ്ടിയല്ല, മറിച്ച് പോഷകാഹാരം നൽകാൻ വേണ്ടി കുറുക്കുകൾ തുടങ്ങുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ വീടുകളിൽ ഒരു ചടങ്ങൊക്കെ നടത്തിയാണ് ഈ കുഞ്ഞിന് ആദ്യമായി ഭക്ഷണം നൽകുന്നത്. അത് നല്ലതാണ്. പക്ഷേ ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ആ ചടങ്ങിനേക്കാൾ ഉപരി നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണമേന്മയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടത് എന്തൊക്കെ ഭക്ഷണമാണ് ആദ്യം നൽകേണ്ടത്, അലർജി എങ്ങനെ തിരിച്ചറിയാം എന്നൊക്കെ, പിന്നെ ഉപ്പും പഞ്ചസാരയും കൊടുക്കാമോ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഇനി 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് മുലപ്പാൽ മാത്രം പോരാതെ വരും. അതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. അതായത് മുലപ്പാലിന് ഒപ്പം മറ്റു ഭക്ഷണങ്ങൾ കൂടി നൽകുക. പക്ഷേ ഇത് തുടങ്ങുമ്പോൾ പല അമ്മമാർക്കും വലിയ പേടിയാണ്. ആദ്യം തുടങ്ങാൻ ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നേന്ത്രക്കായ വറുത്ത് പൊടിച്ചതാണ്. കായക്കുറുക്കെന്ന് നമ്മൾ പറയും. പിന്നെ റാഗി, പഞ്ഞപ്പുല്ല്, നന്നായി വേവിച്ചുടച്ച ചോറ്, ഉടച്ച ഉരുളക്കിഴങ്ങ് എന്നിവയൊക്കെ കുഞ്ഞുങ്ങൾ നൽകാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ദിവസം ഒരു പുതിയ ഭക്ഷണം മാത്രം പരിചയപ്പെടുത്തുക. ഉദാഹരണത്തിന് ഇന്ന് കായക്കുറുക്ക് കൊടുത്താൽ 3 ദിവസം അത് തന്നെ കൊടുക്കുക. കുഞ്ഞിന് വല്ല അലർജിയോ വയറിളക്കമോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്. ഉപ്പും പഞ്ചസാരയും കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പും പഞ്ചസാരയും നൽകരുത്. എന്തുകൊണ്ടാണെന്നറിയാവോ? കുഞ്ഞുങ്ങളുടെ വൃക്കകൾ, അതായത് കിഡ്നി, ഉപ്പ് കൈകാര്യം ചെയ്യാൻ പാകമായിട്ടുണ്ടാവില്ല. പഞ്ചസാര കുട്ടിക്കാലത്തെ അമിതവണ്ണത്തിനും പല്ല് കേടാകാനും ഇടയാകും. അതുപോലെ തേൻ ഒരിക്കലും 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. ഭക്ഷണം കൊടുക്കേണ്ടുന്ന രീതിയും സമയവുമാണ് പറയുന്നത്. തുടക്കത്തിൽ ഒരു ദിവസം 2 നേരം മാത്രം ഭക്ഷണം നൽകുക. ബാക്കി സമയം മുലപ്പാൽ തുടരണം. ഭക്ഷണം നല്ല കുഴമ്പ് രൂപത്തിൽ വേണം നൽകാൻ. കുഞ്ഞിനെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. ഓരോ സ്പൂൺ കൊടുക്കുമ്പോഴും അത് കുഞ്ഞ് ആസ്വദിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങൾ എപ്പോഴും വെവ്വേറെ തന്നെ വെക്കണം. അത് നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുൻപ് അമ്മമാർ കൈകൾ സോപ്പിട്ട് കഴുകാൻ മറക്കരുത്. വയറിളക്കം വരാതിരിക്കാൻ വൃത്തി വളരെ പ്രധാനമാണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ബിസ്ക്കറ്റ് പാലിൽ കലക്കി കൊടുക്കാമോ എന്ന്. ഒരിക്കലും പാടില്ല. കടകളിൽ കിട്ടുന്ന പാക്കറ്റ് ഭക്ഷണത്തേക്കാൾ നല്ലത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ നമുക്ക് വളർത്തിയെടുക്കാം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.